അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയാലോ, ബംഗ്ലാദേശിൻ്റെ ഒരു ഐലൻഡായ സെൻറ്റ് മാർട്ടിൻ ഐലൻഡിലാണ് നമ്മളുള്ളത്. നേരെ അപ്പുറം കാണുന്നത് കടലാണ്. നമ്മൾ ബീച്ച് സൈഡിൽ ഇതേ ഇവിടെ ഒരു റൂമൊക്കെ എടുത്തിട്ടാണ് കഴിഞ്ഞ ദിവസം താമസിച്ചത്. ഏകദേശം 650 ടാക്കയാണ് 2 പേർക്ക് റൂമിന് വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ അതേ സമയം 6 മണിയാവുന്നുള്ള ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് നേരെ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ദ്വീപ് ഒന്ന് ഓടിച്ച് കാണണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ദ്വീപ് എക്സ്പ്ലോർ ചെയ്യണം. പക്ഷേ 2-3 ദിവസം നിന്നിട്ടൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു സമയം ഓഫ് സീസണാണ്, നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ സ്കൂബ ഡൈവിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വിൻ്റർ ടൈമിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളം ഒന്നും ക്ലിയർ അല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബീച്ച് സൈഡിൽ കൂടെ ഒക്കെ സൈക്കിൾ ഓടിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ടോട്ടോ എടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. സൈക്കിൾ റിക്ഷയൊക്കെ എടുത്തിട്ട് കറങ്ങാനായിരിക്കും അടിപൊളി. പക്ഷേ നമ്മളിത് ഇവിടുന്ന് കഴിഞ്ഞ ദിവസം രാത്രി പോയിട്ട് സൈക്കിൾ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഏകദേശം 50, ഒരു സൈക്കിളിന് 1 മണിക്കൂറിന് 50 ടാക്കയാണ്. അപ്പോൾ 2 സൈക്കിൾ എടുത്തിട്ടുണ്ട്, മണിക്കൂറിന് 100 രൂപ വെച്ച്. അപ്പോൾ രാവിലെ ഒരു 6 to 8 നമ്മൾ ഈ ഐലൻഡ് ഒന്ന് ഓടിച്ച് കാണാൻ പോവുകയാണ്. 9 മണിയാകുമ്പോൾ ഇവിടുന്ന് ലാസ്റ്റ് ബോട്ട് പോകും, 9 മണി 10 മണിക്കുള്ളിൽ. അപ്പോൾ ലാസ്റ്റ് ബോട്ട് പിടിച്ച് നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോകണം. ഇല്ലെങ്കിൽ നമ്മൾ ഇന്നും ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. ഇങ്ങോട്ട് വന്നൊക്കെ കണ്ടതാണല്ലോ, ഇവിടെ ലോക്കൽസിന് വേണ്ടിയിട്ട് പോകുന്ന ബോട്ടുകളാണ്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറൊരു വഴിയില്ല, ഇവിടെ സ്റ്റേ ചെയ്തേ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടെൻ്റൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ക്യാമ്പ് ചെയ്യാൻ ചെറിയ പൈസയൊക്കെ കൊടുത്താൽ ഇവരുടെ ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് സേഫായിട്ട് ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. ഇല്ലെങ്കിൽ ബീച്ചിൻ്റെ സൈഡും ഒക്കെ ക്യാമ്പ് ചെയ്യായിരുന്നു. പക്ഷേ നമ്മൾ ടെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഇവൻ്റെ കയ്യിൽ ടെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ സെൻറ്റ് മാർട്ടിൻ എന്ന് പറയുന്ന ഐലൻഡ് ബംഗ്ലാദേശിൻ്റെ മെയിൻലാൻഡിൽ നിന്ന് മാറി കടലിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ബംഗ്ലാദേശുമായിട്ട് വലിയ കണക്ഷൻ ഇല്ല, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം മ്യാൻമർ ആണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു. അപ്പോൾ അതേ സൈക്കിൾ എടുക്കുന്നുണ്ട്. അപ്പോൾ സൈക്കിളിന് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്രേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കണ്ടല്ലേ, നമ്മൾ ചോദിച്ചപ്പോൾ ഇവിടെയുള്ള അതിനകത്തുള്ള സൈക്കിളുകളെല്ലാം നമ്മൾ നോക്കിയതാണ്. അപ്പുറത്തത് സൂര്യനെ കുതിച്ച് വരുന്നുണ്ട്. അപ്പോൾ സൈക്കിൾ ചവിട്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ ബീച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇന്നലെ രാത്രി നമ്മൾ സൈക്കിൾ എടുത്തിട്ട് ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് ഓടിച്ച് വന്നത്. ബീച്ചിൻ്റെ സൈഡിൽ കൂടെ രാത്രിയിൽ സൈക്കിൾ ഓടിക്കുന്നതിൻ്റെ സുഖമൊക്കെ ഇന്നലെ മനസ്സിലായി. നല്ല അടിപൊളി കാറ്റായിരുന്നു. നമ്മളിന്ന് രാത്രി കുറേ നേരം കിടന്നു നോക്കി ഇവിടെയാണ്, ഇവിടുത്തെ ഹാമോക്കിൽ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ രാവിലെ ഗേറ്റ് തുറന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളിൽ റോട്ടിൽ കൂടെ പോകുന്നതിനേക്കാൾ നല്ലത് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ സൈക്കിൾ ഓടിക്കുന്നതാണ്. അപ്പോൾ ഒരു 5-6 കിലോമീറ്ററൊക്കെ കറങ്ങിയാൽ മതി നമുക്ക് ഈ ദ്വീപ് മൊത്തത്തിൽ കാണാൻ. അങ്ങ് നോക്കിയാൽ നമുക്കതിൻ്റെ എൻഡൊക്കെ ഇത് അവിടെ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്ത് നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന എൻഡ് വരെ പോകാം. അതാണ് ബംഗ്ലാദേശിൻ്റെ എൻഡ് ഭാഗം. ബംഗ്ലാദേശിൻ്റെ ഏറ്റവും അറ്റത്ത് പോയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് വരാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ബീച്ച് സൈഡിൽ കൂടെ ആയിരിക്കും. തിരിച്ച് വരുമ്പോൾ നമുക്ക് പറ്റിയാൽ ഉള്ളിൽ റോട്ടിൽ കൂടെ ഉള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു കോറൽ ഐലൻഡാണ്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്ന് ബീച്ചിലൊക്കെ ഇറങ്ങി കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ബംഗ്ലാദേശിലെ സെൻറ്റ് മാർട്ടിൻ ഐലൻഡിലെ കാഴ്ചകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ബംഗ്ലാദേശ് വന്നാൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കാശ് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഇവിടം വരെ വന്നത്. ഈ ഒരു സമയത്ത് ഇവിടം വരെ വരണമെങ്കിൽ ചിലവ് കൂടുതലാണ്. ഈ ഒരു സമയത്തൊന്നല്ല, സീസൺ ടൈമിലാണെങ്കിൽ ഇതിലും പൈസ ചിലവാകും. ഇവിടെ റൂമിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഇവനുള്ളതും കൊണ്ട് നമുക്ക് ചെറിയ പൈസയ്ക്ക് റൂമും കാര്യങ്ങളെല്ലാം കിട്ടി, സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം കിട്ടി. ഇവിടെ എല്ലാ സാധനവും അപ്പുറത്തുനിന്ന് മെയിൻലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഫുഡിൻ്റെ സാധനങ്ങളും എല്ലാം 10 ടാക്കയുള്ള സാധനത്തിനെല്ലാം ഇവിടെ 15 ടാക്ക, അങ്ങനെ എല്ലാത്തിനും. ഫുഡിനാണെങ്കിലൊക്കെ പ്രൈസ് കൂടുതലാട്ടോ. അപ്പോൾ സെൻറ്റ് മാർട്ടിൻ ഐലൻഡിലെ സൗത്ത് ബീച്ചിലാണ് നമ്മളുള്ളത്. നമുക്കിനി ഈസ്റ്റ് സൈഡിലോട്ടൊക്കെ അപ്പുറത്തെ ഭാഗത്തോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. ചില സ്ഥലത്തൊക്കെ ഈ കോറൽ കല്ലുകൾ കയറി കിടപ്പുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സൈക്കിൾ ചവിട്ടാനുള്ള പ്രോപ്പർ വഴിയില്ല. അപ്പോൾ അതേ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകണം. മണലുള്ള സ്ഥലത്തൊന്നും ചവിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഈ ഒരു ഐലൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ തെങ്ങുകളാണ്. തെങ്ങുകൾ കാണാനും കൂടെ ആയിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതിൽ വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിൽ അങ്ങനെ തെങ്ങ് കാര്യമായിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഈ ദ്വീപിലാണ് ഏറ്റവും കൂടുതൽ തെങ്ങ് കാര്യങ്ങളെല്ലാം ഉള്ളത് തോന്നുന്നുണ്ട്. ബീച്ചിലേക്ക് ഫേസ് ചെയ്ത് ഇഷ്ടം പോലെ റിസോർട്ടുകൾ, ഹോട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ക്ലോസ് ആണ് ഇപ്പോൾ നിലവിൽ, ഓഫ് സീസൺ ആയതുകൊണ്ട്. ഇന്നലെ നമ്മൾ പലയിടത്തും കയറി റേറ്റ് ചോദിച്ചു. 1000 ടാക്ക മുതൽ പറഞ്ഞ് അവസാനമാണ് നമുക്ക് 650 ടാക്കയ്ക്ക് കിട്ടിയത്.
ഓ, ഇവിടെ മൊത്തം കല്ലുകളാണ്. നമ്മൾ സൈക്കിൾ പൊക്കിക്കൊണ്ട് പോകേണ്ടി വരും കേട്ടോ. ഇത് ക്രോസ് ചെയ്യണേ കുറച്ച് പാടാ. അപ്പോൾ ഇവിടെ ഒരു പയ്യ എന്തോ ഇതിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, അങ്ങോട്ട് പോകുന്നതിനെ പറ്റിയുള്ള കാര്യമാണ്. വാട്ട് ഈസ് ഇറ്റ്? ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹാവ് എ മോസ്ക്. മോസ്ക്. അപ്പോൾ ഇതിൻ്റെ അങ്ങേ അറ്റെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പള്ളിയുണ്ട്. അവിടെ നിന്ന് നമ്മൾ തിരിച്ചുള്ളിലേക്ക് കയറുമോ അല്ലെങ്കിൽ തിരിച്ചു വരുമോ എന്തോ വേണ്ടി വരും എന്ന് പറഞ്ഞു. ചുറ്റിനും കടലായതുകൊണ്ടേ ഒരുപാട് ബീച്ചുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര്, ഇതിപ്പോൾ ഒരു വലിയൊരു നീണ്ടൊരു ബീച്ചാണ്. ഇതിൻ്റെ പേര് നോക്കിയപ്പോൾ അഗോൺടുക് ബീച്ചും അതുപോലെ തിലോത്തമ എന്ന് പറയുന്ന ബീച്ചും കൂടെ കേട്ടോ. ഈ രണ്ട് പേരുണ്ട്. ആ സൈഡ് അഗോൺടുക്കും അതുപോലെ ഈ സൈഡ് തിലോത്തമ എന്നും പറയുന്ന ഒരു ബീച്ചാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പോൾ പോകണം. ഇപ്പോഴത്തെ ഞാൻ മാപ്പിങ്ങനെ എടുത്ത് നോക്കുകയാണ്. ഇനിയും കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. അപ്പോൾ ഈ സെൻറ്റ് മാർട്ടിൻ അല്ലാണ്ട് വേറൊരു ചെറിയ ഐലൻഡും കൂടെ ഉണ്ട്. അതിൻ്റെയാണ് എൻ്റെ പോയിന്റ്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ മാപ്പിൽ വഴിയുണ്ട്. അത് വിൻ്ററിൽ ചിലപ്പോൾ കടലിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന ടൈമിൽ ചിലപ്പോൾ നടന്ന് പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ ബോട്ടൊക്കെ എടുത്തിട്ട് പോകേണ്ടി വരും കേട്ടോ. നമ്മൾ ബോട്ട് എടുക്കാനൊന്നും പ്ലാനില്ല. ഇപ്പോൾ പോകാൻ പറ്റുന്നതിൻ്റെ അത്ര മാക്സിമം നമ്മൾ പോകും. അപ്പോൾ ഇത് ഇവിടുന്ന് മുന്നിക്കുണ്ടല്ലോ മൊത്തം കല്ലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മെയിൻ റോട്ടിലേക്ക് ഉള്ളിലുള്ള ദ്വീപിൻ്റെ ഉള്ളിലുള്ള റോട്ടിലേക്ക് കയറുകയാണ്. ബീച്ച് സൈഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ല. സൈക്കിൾ കൊണ്ട് പോകണമെങ്കിൽ, നടന്നാണെങ്കിൽ പോകാം, സൈക്കിൾ കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറിയ റോട്ടിലേക്ക് കണക്ഷൻ ഉണ്ടാവും. ദ്വീപിലുള്ളവരുടെ വരുമാനമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അത്യാവശ്യം കൃഷി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ബാക്കി മെയിൻ സംഭവം മീൻപിടുത്തം തന്നെയാണ്. മീൻപിടുത്തവും ചെറിയ രീതിയിലുള്ള കൃഷി. ദ്വീപിലുള്ള എല്ലാവരും ടെക്നഫിൽ അപ്പുറത്തെ ഭാഗത്ത് പോയിട്ടാണ് സാധനങ്ങളെല്ലാം ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരിക. അതാണ് ഇവർക്ക് ലാഭം. ഇവിടുന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ സീനാണ്. അപ്പോൾ നമ്മളൊരു പാടത്തിൻ്റെ നടുക്ക് വന്നു. റോഡ് എവിടെയാണെന്ന് കാണുന്നില്ല കേട്ടോ. ആ ഭാഗത്ത് എവിടെയോ റോഡുണ്ട്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ മൊത്തം വഴികളാട്ടോ. അപ്പോൾ കാണുന്നവരോടൊക്കെ വഴി ചോദിച്ചാണ് പോകുന്നത്. ദ്വീപിൻ്റെ അകത്തെ ചെറിയൊരു ലേക്ക് പോലുള്ള സ്ഥലമാട്ടോ. കൃഷിക്കൊക്കെ ആയിട്ട് വെള്ളം യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ കടപ്പുറം സൈഡിലുള്ള വീടുകളൊക്കെ എങ്ങനെയാണോ ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ നമ്മളിത് അപ്പുറത്തെ സൈഡിൽ നിന്ന് നേരെ ഇപ്പുറത്തെ സൈഡ് വന്നു. ഇവിടെയും ബോട്ടുകൾ നിർത്തിയിട്ടേക്കുന്ന കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്റ് മാർട്ടിൻ എന്നല്ലാണ്ട് ഒരു ചെറ ദ്വീപ് എന്ന് പറഞ്ഞത് ആ ഒരു ദ്വീപ് കാണാൻ പറ്റും. അവിടെ ചെറിയൊരു ദ്വീപ്, അവിടെ ആൾ താമസമോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങോട്ട് നമുക്ക് പോകാം. ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഇറങ്ങി കിടക്കുകയാണ്, കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്ക് സൈക്കിൾ ഓടി തന്നെ പോകാം. അതാണ് ലാസ്റ്റ് പോയിന്റ് കേട്ടോ ബംഗ്ലാദേശിൻ്റെ. സെൻറ്റ് മാർട്ടിനിൽ വരികയാണെങ്കിൽ ചെറാദ്വീപ് കൂടെ പോകണം എന്നാണ് എല്ലാവരും പറയുന്നത്. അതും വെള്ളം കയറി കിടക്കുകയാണെങ്കിൽ നമുക്ക് ബോട്ട് എടുത്തിട്ട് പോകാം. സീസൺ ടൈമിൽ വരികയാണെങ്കിൽ പോകാനുള്ള വഴികളൊക്കെ ഉണ്ടാവും. ഈ സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും. അപ്പോൾ ഇവർ തന്നെ നമ്മളെ ബോട്ടിലൊക്കെ കൊണ്ടുപോകും. അതിന് വല്ല ചെറിയ പൈസ വല്ലതും കൊടുക്കേണ്ടി വരുമായിരിക്കും. വെള്ളം ഇറങ്ങി കിടക്കായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സൈക്കിൾ ഓട്ടിയിട്ടോ നടന്നിട്ടൊക്കെ വേണമെങ്കിൽ പോവാം. ചെറ ഐലൻഡ് എന്ന് പറയുന്നത് ആ ലാസ്റ്റ് കാണുന്ന കേട്ടോ. അവിടം വരെ പോകണമെങ്കിൽ കുറേ നേരം എടുക്കും. നമുക്ക് എല്ലാം ഒന്നും സൈക്കിൾ കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ തന്നെ നമുക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റത്തില്ല. കാരണം വെള്ളം വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതെല്ലാം നനഞ്ഞ് ഇങ്ങനെ പൂണ്ട് കിടക്കുകയാണ്, നമുക്ക് ചവിട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അവിടം വരെ നടന്നു പോകണമെങ്കിൽ ഇന്നൊന്നും തിരിച്ചു വരൽ നടക്കില്ല. സാധാരണ ഇവിടുന്ന് ബോട്ടിനാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നൊന്നുമില്ല. അപ്പോൾ ചെറ ഐലൻഡ് തുടങ്ങുന്ന ഭാഗമുണ്ട്. ഇവിടെ കുറച്ച് മരങ്ങൾ കാണാം. അതുപോലെ രണ്ടാമത്തെയും കുറച്ച് വലുതാണ്, മൂന്നാമത്തെയും കുറച്ച് വലുതാണ്. അപ്പോൾ മെയിൻ ബംഗ്ലാദേശ് ആണ് നിങ്ങൾ കാണുന്നത്. ബംഗ്ലാദേശിലെ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ആൾക്കാർ താമസമുള്ള ഭാഗമൊക്കെ നമ്മൾ വിട്ട് ഇങ്ങോട്ട് കയറി തിരിച്ചു പോകണമെങ്കിൽ ഇനി ഇതിലെ ഇങ്ങനെ പോയാൽ മതി. അതുപോലെ ഈ കാണുന്ന മലനിരകൾ കണ്ടു, ഇതെല്ലാം മ്യാൻമറാണ്. ബംഗ്ലാദേശ് മെയിൻലാൻഡൊക്കെ ആ സൈഡാണ് വരിക. ഇവിടുന്ന് കാണത്തില്ല. അപ്പോൾ ഇപ്പോൾ സൂര്യനെ കുതിച്ച് നല്ല വെയിലായി കേട്ടോ. അവിടുത്തെ ബോട്ടുകളൊക്കെ മീൻ പിടിച്ച് നടക്കുന്നത് കാണാം. ഇതിലേക്ക് ആൾക്കാർ ബൈക്കും കൊണ്ടൊക്കെ വരുന്നതെന്ന് തോന്നുന്നുണ്ടല്ലേ. പാടൊക്കെ കാണാം. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയായി. അതുപോലെ തന്നെ രാവിലെ സൈക്കിളും കൊണ്ട് റൈഡ്, ഇങ്ങനെ സൈക്കിളും കൊണ്ട് നമ്മൾ റൈഡ് ചെയ്യാത്തതാണ്.
അതെന്തായാലും ഒരു വെറൈറ്റി ആയി ബീച്ച് സൈഡിൽ കൂടെ കളിച്ചത്. അധികം നേരം വൈകാണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് സൈക്കിൾ കൊടുക്കണം. രാവിലത്തെ ബോട്ടിന് തിരിച്ചു പോകണം. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ബോട്ട് കിട്ടിയില്ലെങ്കിൽ സീനാണ്. പണ്ട് ഈ സെന്റ് മാർട്ടിൻ എന്ന് പറയുന്ന ദ്വീപ് ടെക്നഫുമായിട്ട് ലിങ്ക് ചെയ്ത് കടന്നിരുന്ന ലാൻഡ് ആയിരുന്നു തോന്നുന്നുണ്ട്. പിന്നീട് അത് ഇങ്ങനെ കടലിൽ കയറി ദ്വീപായി പോയതാണ്. 18ാം നൂറ്റാണ്ടിലാണ് ഇങ്ങോട്ട് ആൾക്കാർ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അതുപോലെ ആദ്യം ഈ ഒരു ദ്വീപിന് പേരിട്ടത് ജസ്രിയ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ജസ്രിയ എന്ന് പറഞ്ഞ ഈ ഒരു ദ്വീപിന്റെ പേര്. പിന്നീട് ബ്രിട്ടീഷ് ഓക്യുപ്പൈ ചെയ്ത ടൈമിൽ ചിറ്റഗോങ്ങിലെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന സെന്റ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് പിന്നീട് ഇവിടെ വന്നിട്ട് ഇതിന് സെന്റ് മാർട്ടിൻ എന്ന് പറയുന്ന രീതിയിലൊരു പേര് കാര്യങ്ങളായിട്ട് സെന്റ് മാർട്ടിൻ ഐലൻഡ് എന്നാക്കിയത് കേട്ടോ. മെയിനായിട്ട് കോക്കനട്ട് ഐലൻഡ് എന്ന് നറിക്കൽ ജിഞ്ചിര എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ കോക്കനട്ട് ഐലൻഡ് എന്നാണ് അർത്ഥം. ദുറുചീനി ദ്വീപ് എന്നൊക്കെ ഈ ഒരു ഇതിന് പറയും. എന്ന് വെച്ചാൽ ചിനാമോൻ ഐലൻഡ്. ബംഗ്ലാദേശിൽ സെന്റ് മാർട്ടിൻ മാത്രമല്ല വേറെയും ഐലൻഡുകളുണ്ട്. പക്ഷെ കോറൽ ഐലൻഡ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, സെന്റ് മാർട്ടിൻ മാത്രമേ ഉള്ളൂ. ഈ മെയിൻ ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഇവിടെ ഒരുപാട് കടകൾ കാണാം. ഇവിടെയുള്ള വീട്ടുകാർ തന്നെ നടത്തുന്ന കടകൾ. പക്ഷെ എല്ലാം എന്ത് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കടകളാട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു കട തുറന്ന് നമ്മളിവിടെ കയറിയിട്ട് വെള്ളം ചോദിച്ചു. സാധാ വെള്ളം, കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോവാം. ഇങ്ങോട്ട് നമ്മൾ കടൽ തീരത്തോടാണ് വന്നത്. അപ്പോൾ തിരിച്ചിരുന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ദ്വീപിൻ്റെ നടുക്കൂടുള്ള വഴിയാട്ടോ അത്. ഇവിടെ ടാറൊന്നിട്ട വഴിയില്ല, കോൺക്രീറ്റും പിന്നെ സാധാ മണ്ണിട്ട ഒരു പഴയ കാല കേരളമൊക്കെ. ഒത്തിരി പേര് പറഞ്ഞു ബംഗ്ലാദേശ് വന്നപ്പോൾ നമ്മുടെ പഴയ ഒരു കേരളമൊക്കെ ഫീൽ ചെയ്തിരുന്നു. ഏകദേശം അതിലും പഴക്കം ഉണ്ടാവും ഈ ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ ഈ ഐലൻഡിൽ ഒരു മെയിൻ സ്കൂളാന്ന് തോന്നുന്നുണ്ട്. ക്ലാസ് മുറികൾ മാത്രമല്ല, വരാന്തയിലൊക്കെ ഇരുന്നിട്ടാട്ടോ കുട്ടികൾ പഠിക്കുന്നത്. ചെയ്തുണ്ടോ, രാവിലെ തന്നെ നേരത്തെ തന്നെ ക്ലാസ്സൊക്കെ തുടങ്ങും. സമയം 7:30 ആയിട്ടുള്ളൂ. കുട്ടികളെല്ലാം വന്നതേ ക്ലാസ് തുടങ്ങി. മദ്രസയാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ദ്വീപ് ഇറങ്ങാൻ ഇതുപോലത്തെ വണ്ടി എടുക്കാം. ഇത് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഇവർ മൊത്തം കൊണ്ട് കറക്കി കാണിക്കും. ഓഫ് സീസണിൽ മെയിനായിട്ട് പണികൾ കാര്യങ്ങളെല്ലാമാണ്. ഇഷ്ടംപോലെ ടൂറിസമൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഒരു നില വീടുള്ളവരെല്ലാം മേലേക്ക് ഓരോ കോട്ടേജുകൾ കാര്യങ്ങളെല്ലാം പണിഞ്ഞു പൊക്കുന്നുണ്ട് അടുത്ത സീസണിലേക്കാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ട്, ഇതാണ് യൂണിയൻ കോംപ്ലക്സ് ഭവൻ സെന്റ് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു ഇതാണ്. എനിക്കൊന്ന് റേഷൻ പോലുള്ള സാധനങ്ങളെല്ലാം വരുന്ന ഇവിടെ ആയിരിക്കും. ഇവിടെ കണ്ടൽ വെച്ചിട്ട് ഏറ്റവും വലിയ വണ്ടി ട്രാക്ടറാട്ടോ. അപ്പോൾ ഇവിടെ എന്തോ ലോഡൊക്കെ ഇറക്കുന്നുണ്ട്. ഇതിനകത്തൊരു വലിയ ബിൽഡിംഗ് ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ വർക്കിംഗ് അല്ല, എല്ലാം ആരെയും അതിനകത്ത് കാണാനൊന്നുമില്ല, ക്ലോസ് ആയി കിടക്കുകയാണ്. സെന്റ് മാർട്ടിൻ എന്തോ വലിയൊരു ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ പേര് ബോർഡൊക്കെ ഉണ്ടായിരുന്നു. കടകളൊന്നും തുറന്നിട്ടില്ല. നമുക്ക് സൈക്കിൾ കൊടുക്കാനുള്ള കടയും ചിലപ്പോൾ തുറന്നിട്ടുണ്ടാവില്ല. രാവിലെ 6 മണിക്കൊന്നും തുറക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ അവർ സൈക്കിൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട്. രാവിലത്തെ 2 മണിക്കൂറിൻ്റെ പൈസ മാത്രമേ കൂട്ടുള്ളൂ. അതെ, നമ്മൾ സൈക്കിള് തിരിച്ചു കൊടുത്തു കേട്ടോ. ആകെ വേർത്ത് കുളിച്ചു. 2 മണിക്കൂറിന് 2 സൈക്കിളിനോട് 200 ടാക്കാണ് വന്നത്. അതുപോലെ നമുക്ക് ഇവിടുന്ന് ബൈക്കൊക്കെ വേണമെങ്കിൽ റെൻറ്റിന് കിട്ടും. ബൈക്കിന് ഏകദേശം 400 ഫോർ ബൈക്ക് 400 ടാക്ക റൈറ്റ് പെർ 1 അവർ. 1 മണിക്കൂറിന് നമുക്ക് കറങ്ങാൻ ബൈക്കിന് 400 ടാക്കയാണ്. ബൈക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഊട്ടിപ്പോയി 1 മണിക്കൂർ കൊണ്ട് വേണം കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. പക്ഷേ സ്പെൻഡ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഇങ്ങനെ കറങ്ങാനാണെങ്കിൽ 2 മണിക്കൂർ മതി ബീച്ച് എല്ലാ സൈഡും ഒന്ന് കറങ്ങി വരാൻ. സീസണിൽ വന്ന് ഇവിടെ താമസിച്ച് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ 2-3 ദിവസം സ്റ്റേ ചെയ്യാനാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ കുറേ പേര് പോകുന്ന കാണാം. ബോട്ടിന് പുറത്തേക്ക് പോകാനുള്ളവരായിരിക്കും, ബാഗൊക്കെ തൂക്കി പോകുന്നുണ്ട്. നമ്മുടെ കൂടെ ഇന്നലെ ഇങ്ങോട്ട് വരാനൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിത് ദ്വീപിൽ നിന്ന് വിടുകയാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തൊന്നും വീടെടുക്കാൻ പാടില്ല, കാരണം പിന്നെ ടൂറിസ്റ്റ് പോലീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ സാധനങ്ങൾ കൊണ്ടൊക്കെ ആൾക്കാർ വരുന്ന കാണാം. രാവിലെ 9 മണിക്കും 10 മണിക്കും 2 ബോട്ടാണുള്ളത്. അതുപോലെ നമുക്ക് ഇവിടുന്ന് സ്പീഡ് ബോട്ടൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ വരുന്ന ടൈമിൽ ആൾക്കാർ സ്പീഡ് ബോട്ട് വേണമെന്ന് ചോദിച്ചു. കാരണം സ്പീഡ് ബോട്ട് ആകുമ്പോൾ പെട്ടെന്ന് എത്തും. മറ്റേ ബോട്ട് ഏകദേശം നമ്മളിങ്ങോട്ട് വന്നപ്പോൾ അറിയാലോ 3-3.5 മണിക്കൂറൊക്കെ എടുത്ത് ഇവിടെ എത്താൻ. അപ്പോൾ സ്പീഡ് ബോട്ടിന് എന്തായാലും പൈസ കൂടും. പിന്നെ അത് മാത്രമല്ല നമുക്കിവിടെ ഹെലികോപ്റ്റർ സർവീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴല്ല, സീസൺ ടൈമിൽ. ഇവിടെ ഡെവലപ്മെൻ്റൊക്കെ ആയി വരുന്നേ ഉള്ളൂ. But under the water now we going shower is so blue. Oh, now it's clear. ഇപ്പോൾ അതേ വെള്ളം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. രാവിലെ വെള്ളം കുറച്ചുകൂടെ ക്ലിയർ ആണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചെളിയാവും. രാവിലെ ഫുള്ള് ക്ലിയർ ആണ്. Now we take shower. You take shower. Jump with Gopro. No. അപ്പോൾ അവൻ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അവിടുന്ന് ആണ് ടിക്കറ്റ് എടുക്കേണ്ടത്. 500 ചില്ലാനും രൂപയാകും 2 പേർ കൂടെ. ഒരാൾക്ക് 250 രൂപയ്ക്ക് പുറത്ത് വരും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അർഫാദ് പുള്ളി പേര് പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാരണം എന്തായാലും നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ദ്വീപിൽ വന്നു. ജസ്റ്റ് ഒന്ന് അറിയാം നമുക്ക് ഡീറ്റെയിൽ കോസ്റ്റ് സാർ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നമ്മൾ ഫോറിനറാണെന്ന് എല്ലാവരും അറിയിക്കാൻ പറ്റത്തില്ല. വൃത്തിയുടെ കാര്യത്തിൽ ഇവിടെ തീരെയില്ല. നമ്മൾ ആ ഒരു ഭാഗത്ത് കണ്ടതിനേക്കാളും വൃത്തി കുറവാണ് ഇവിടെ. പിന്നെ എങ്ങനെയാണ് ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. സീസൺ ആകുമ്പോൾ ചിലപ്പോൾ
പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് ബിസിനസ് ചെയ്യുന്നുണ്ടാവും. അവിടെ ടെക്നഫിൽ നിന്നും കോക്സ് ബസാറിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ റിസോർട്ടുകളും ഹോട്ടൽ കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് സൈക്കിളിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ ഈ ഒരു ദ്വീപിൻ്റെ. അപ്പോൾ നിങ്ങളും ബംഗ്ലാദേശ് വരികയാണെങ്കിൽ വിൻ്ററിൽ വരിക, പ്ലാൻ ചെയ്യണമെങ്കിൽ വിൻ്ററിൽ പ്ലാൻ ചെയ്യണം. അല്ലാത്ത ടൈമിൽ വന്നു കഴിഞ്ഞാൽ കുറേ റെസ്ട്രിക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബംഗ്ലാദേശിൻ്റെ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ.